സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചെറിയ ക്ലീനിങ് ആൻഡ് ബെഡ്ഷീറ്റ് ഹോൾ വീഡിയോയുമായിട്ടാണ്. അപ്പം ഞാൻ ഇങ്ങനത്തെ ചെറിയ ക്ലീനിങ് വീഡിയോസൊക്കെ ഇടുന്നത് നമുക്ക് ഇങ്ങനത്തെ ചെറിയ റുട്ടീൻസൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു മെൻ്റൽ പീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം റൂമിൽ നമ്മളിങ്ങനെ ഭയങ്കര മെസ്സി ആയിട്ട് എല്ലാം നിരത്തി വലിച്ചു വാരിയൊക്കെ ഇടുന്ന ആ ഒരു റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റിവിറ്റി ആയിരിക്കും പൊതുവേ തോന്നാറുള്ളത്. പക്ഷേ ചിലർ പറയാറുണ്ട് എനിക്കങ്ങനെ നിരന്ന് കിടക്കുന്നതാണ് ഇഷ്ടം, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാലും പൊതുവേ എല്ലാവർക്കും തന്നെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റിയാണ് അല്ലേ. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ബെഡിൻ്റെ ഒരു ക്ലീനിങ് ആണ്. അപ്പോൾ ഇങ്ങനെ ബെഡിൽ നമ്മളിങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് കവർ ഇടുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ അതിലധികം ഇങ്ങനെ സ്റ്റെയിൻസ് ഒന്നും ആവാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടുകളിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു ബെഡ് കവർ വാങ്ങിച്ചിടുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ബെഡ് കവറിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് വാക്യൂം ചെയ്തെടുക്കുക. അപ്പോൾ വാക്യൂം ക്ലീനർ ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം പൊടിയൊക്കെ ഒന്ന് തട്ടി ഒന്ന് തുടച്ചൊക്കെ ഒന്ന് കട്ടിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡസ്റ്റ് അലർജിയൊക്കെ ഉള്ളവർക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും അത് വരാതിരിക്കാൻ. പിന്നെ ഇതിൽ കാണിക്കുന്ന 2 ബെഡ്ഷീറ്റുകളും ഇലാസ്റ്റിക് ഫിറ്റഡ് ബെഡ്ഷീറ്റുകളാണ്. ഇങ്ങനത്തെ ബെഡ്ഷീറ്റ് നമുക്ക് വാങ്ങിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ടക്കിങ് ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഇരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ചാടി വരത്തില്ല എപ്പോഴും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കറക്റ്റ് സൈസ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. പൊതുവെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൻഡ് ക്വാളിറ്റിയും അത്യാവശ്യം ഉള്ള ഒരു ബെഡ്ഷീറ്റാണ്. 100% കോട്ടൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, കുറച്ച് ബ്ലെൻഡഡ് ആണ്. പക്ഷേ എന്നാലും ഈ ഒരു കാലാവസ്ഥ നമുക്ക് മഴക്കാലത്തും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ല ഒരു ബെഡ്ഷീറ്റ് തന്നെയാണ്. പെട്ടെന്ന് ഉണങ്ങുകയൊക്കെ ചെയ്യും. അപ്പം നല്ല സോഫ്റ്റ് ഒരു മെറ്റീരിയലും കൂടിയാണ്. അപ്പോൾ ഈ 2 ബെഡ്ഷീറ്റുകളുടെയും പ്യുവർ കോട്ടൺ വേർഷൻസും ഉണ്ട്. പക്ഷേ അതിൻ്റെ എലാസ്റ്റിക് ഫിറ്റഡ് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ ആമസോണിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇത് രണ്ടും ഞാനിപ്പോൾ വാഷ് ചെയ്തതിന് ശേഷമാണ് ഇതിൽ തിരിച്ച് കാണിക്കുന്നത്. അപ്പം കളറൊന്നും തന്നെ ഫെയ്ഡ് ആയിട്ടില്ല. പിന്നെ സ്റ്റിച്ചിങ്ങിനും വലിയ പ്രോബ്ലം ഒന്നും കണ്ടില്ല. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് പെട്ടെന്ന് ഉണങ്ങുന്ന എന്നാൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബെഡ്ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങിച്ച് നോക്കാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇങ്ങനത്തെ ക്ലീനിങ് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മോട്ടിവേറ്റഡ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിനൊരു സന്തോഷം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ ഹോൾ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.